അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ദീന് സംരക്ഷിക്കാനേ 313 ആൾക്കാർ യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബദർ യുദ്ധം നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും, ആ 313 ആൾക്കാർ അന്ന് യുദ്ധം ചെയ്തതുകൊണ്ട് ദീനുൽ ഇസ്ലാം നിലനിൽക്കുന്നുണ്ടല്ലോ. ദീനുൽ ഇസ്ലാം നിലനിൽക്കാൻ 313 ആൾക്കാർ യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെന്തിനാ 313 ആൾക്കാർ യുദ്ധം ചെയ്തത്? ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ ജിബ്രീലിനോട് അലൈഹിസ്സലാം നബി തങ്ങൾ ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീലേ, നിങ്ങൾ ധാരാളം പ്രാവശ്യം ദുന്യാവിൽ വന്നിട്ടുണ്ടല്ലോ, പല നബിമാരുടെ അടുത്തും വന്നിട്ടുണ്ടല്ലോ, അതിലേറ്റവും കൂടുതലായി മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരനുഭവം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറഞ്ഞത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചു. ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഞാനും 2 മലക്കുകളും മനുഷ്യരൂപത്തിൽ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ വന്നു. ഇബ്രാഹിം നബിൻ്റെ കാലത്താണ് ലൂത്ത് നബിയും സ്വാലിഹ് നബിയൊക്കെ ഉണ്ടാകുന്നത്. മുഹമ്മദ് നബിയുടെ കാലത്ത് മാത്രമേ വേറെ നബിമാരില്ലാത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ നബിമാരുടെ കാലത്തും വേറെ നബിമാരുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ് സ്വാലിഹ് നബി ഉള്ളത്, ലൂത്ത് നബി ഉള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉലുൽ അസ്മിൽ പെട്ട വലിയ പ്രവാചകനാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാം, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമൊക്കെ അതിൻ്റെ കീഴിൽ എന്ന് പറയാൻ കഴിയൂല, എന്നാൽ അവർ ഉലുൽ അസ്മി എന്ന ഉന്നത സ്ഥാനീയരല്ല. അപ്പം അതുകൊണ്ട് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമും അനുയായികളും മനുഷ്യരൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് വന്നു. വിരുന്നേര് വരികയാണെന്ന് തോന്നിയിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വേഗം ഒരു മൂരിക്കുട്ടിനെ അർത്ഥങ്ങാണ്ട് ബിരിയാണി ഉണ്ടാക്കി. അന്ന് ബിരിയാണി ഉണ്ടായിരുന്നു എന്നൊന്നും ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല എന്നാണ്. ഏതായാലും അന്നത്തെ ഏറ്റവും നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, എന്നാൽ കയ്യേക്കോളി നീച്ചോളി തിന്നാൻ നീക്കി പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളങ്ങനെ തിന്നുന്ന സൈസൊന്നുമല്ല, ഞങ്ങൾ മരക്കുകളാണ് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, പിന്നെ എന്തിനാ നിങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ നിങ്ങളൊരു സന്തോഷം പറയാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു. എന്താ സന്തോഷം എന്ന് ചോദിച്ചു. നിങ്ങളെ ഭാര്യയായ സാറക്കൊരു കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു. സാറാ ബീവി പ്രായമായിരുന്നു. നബി സല്ലല്ലാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഭാര്യയുള്ള സാറാ ബീവി, രണ്ടാമത്തെ ഭാര്യയാണ് ഹാജറ ബീവി. ഹാജറ ബീവിയിലാണ് ആദ്യം കുട്ടി ഉണ്ടാകുന്നത്. സാറാ ബീവിക്കും മക്കളുണ്ടായിരുന്നില്ല, പ്രായമായിരുന്നു. ഇബ്രാഹിം നബിക്കും പ്രായമായിട്ടുണ്ട്. നിങ്ങൾക്ക് സാറാ ബീവിയിലൊരു കുട്ടി ഉണ്ടാവും എന്നുള്ള വിവരം പറയാനാണ് ഞങ്ങൾ വന്നത് പറഞ്ഞു. അപ്പോൾ വാതിലിൻ്റെ അപ്പുറത്ത് കർട്ടൻ്റെ മറവിൽ സാറാ ബീവി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ വർത്തമാനം കേട്ടിട്ട് 31 ചിരിച്ചു. ചിരിച്ചപ്പോൾ മെൻസസ് രക്തം രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുട്ടി ഉണ്ടായി. പിന്നെ പ്രസവിച്ചതാണ് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം. 13 വർഷത്തെ വ്യത്യാസമാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമും. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഹാജറ ബീവിക്ക് ഉണ്ടായിട്ട് 13 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സാറാ ബി റളിയല്ലാഹു അൻഹാക്ക് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം എന്ന കുട്ടി ഉണ്ടാകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ എന്തേ പോകുന്നത് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് പറഞ്ഞപ്പോൾ, അല്ല, ഞങ്ങൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ പോവുകയാണ് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്, ഞങ്ങൾക്ക് എന്തുവാണെങ്കിലും ചെയ്തു തരാം, വേണമെങ്കിൽ എൻ്റെ പെൺകുട്ടികളൊക്കെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാം, എന്തുവാണെങ്കിലും ചെയ്തു തരാറ്. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളങ്ങനെ നിങ്ങളോട് സമ്മതം ചോദിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, വിവരം പറയാൻ വേണ്ടി വന്നതാണ് കാരണം. അതിന് പ്രധാനപ്പെട്ടൊരു സംഗതി നടക്കുമ്പോൾ എല്ലാവരോടും സമ്മതം ചോദിച്ചില്ലെങ്കിലും ഒരു വിവരം പറയണമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളൊന്ന് വിവരം പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ നിന്നാണ് പോയിങ്ങാണ്ടാണ് നശിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെ നിങ്ങളത് നശിപ്പിച്ചത് അതൊന്നും പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, അത് കാര്യമായിട്ടൊന്നുമില്ല, ഞാൻ എൻ്റെ ചിറകിൻ്റെ തലപ്പുകൊണ്ട് ഒന്നിങ്ങനെ കോരിങ്ങാണ്ട് ഇങ്ങനെ മറിച്ചതാണ് എന്ന് പറഞ്ഞ ലൂത്ത് നബിയുടെ നാട് 6000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ്. അങ്ങനത്തെ 40,000 ചിറക് ജിബ്രീലിനുണ്ട് എന്നാണ്. അമ്മാതിരി 5000 മലക്കുകൾ ബദറിൽ വന്നിട്ടുണ്ട്. 313 ആൾക്കാർ യുദ്ധം ചെയ്തതുകൊണ്ടൊന്നുമല്ല ദീൻ നിലനിന്നത്. പിന്നെന്തിനാ ബദർ യുദ്ധം? ആശിഖീങ്ങൾക്കുള്ള അവസരമാണ് ബദർ യുദ്ധം. ലോകത്ത് ഇസ്ലാം ദീൻ ആർക്കെല്ലാം അവസരം കൊടുക്കുന്നുണ്ടോ ആശിഖുകൾക്ക് മാത്രമേ അവസരം കൊടുത്തിട്ടുള്ളൂ. എല്ലാ അവസരങ്ങളെയും പരിശോധിച്ചോളി, ആശിഖുകൾക്ക് മാത്രമാണ് അവസരം നൽകിയിട്ടുള്ളത്. ആശിഖീങ്ങളായ 313 ആൾക്കാർക്ക് അള്ളാഹു അവസരം കൊടുത്തതായിരുന്നു ബദർ യുദ്ധം. ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഇഷ്കാണ്. ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ഇഷ്കാണ്. ഉമ്മത്തിൻ്റെ എല്ലാ സഹായവും ഇഷ്കാണല്ലോ. നമ്മളെന്തേലൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് കുടുങ്ങിയാൽ, എന്തേലും വലിയൊരു കാര്യമായൊരു പ്രശ്നമൊക്കെ ഉണ്ടായി പറ്റടങ്ങാറായ എന്താ കാട്ടുക?
മൈക്കോണാക്കിയാണ്ട് ബാങ്ക് കൊടുക്കും. ബാങ്ക് ഇഷ്കിൻ്റെ പ്രഖ്യാപനമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമല്ല ബാങ്ക്, ഇഷ്കിൻ്റെ പ്രഖ്യാപനമാണ്. നിസ്കാരം നൂഹ് നബിക്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നൂഹ് നബിക്ക് ബാങ്കില്ല. നിസ്കാരം മൂസാ നബിക്ക് ഉണ്ടായിട്ടുണ്ട് അലൈഹിസ്സലാം, മൂസാ നബിക്ക് ബാങ്കില്ല. നിസ്കാരം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായിട്ടുണ്ട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ബാങ്കുണ്ടായിട്ടില്ല. ബാങ്കി അമ്മക്ക് മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമാണെങ്കിൽ മൂസാ നബിക്കും ബാങ്ക് വേണ്ടേ? മൂസാ നബിക്കും ഉണ്ടല്ലോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ബാങ്ക്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിൻ്റെ അതാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ബാങ്ക് കൊടുക്കാൻ കഴിയാതായത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്തതുകൊണ്ടല്ല. ബിലാൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞല്ല, ബിലാൽ റളിയല്ലാഹു അൻഹു ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചത് 2 അടിമകളാണ്. ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച 2 അടിമകളാണ്. ഒന്നൊരു വെളുത്ത അടിമയും ഒന്നൊരു കറുത്ത അടിമയും. കറുത്ത അടിമയാണ് സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. വെളുത്ത അടിമയാണ് സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണ മദീനയിൽ ചെന്നപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള ഒരു തോട്ടം കാണാൻ അവസരം ഉണ്ടായി, ഈത്തപ്പനത്തോട്ടം. മദീനയിൽ ഇപ്പോൾ പഴയ മാതിരിയൊന്നുമല്ല, കുറേയൊക്കെ കാണാനുള്ള അവസരങ്ങളും കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മുമ്പൊക്കെ അടച്ചുകൂട്ടിയിരിക്കുകയായിരുന്നു, ഇപ്പോൾ ഒക്കെ ഏകദേശം തുറന്നിട്ടുണ്ട്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലുള്ള ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൻ്റെ അടുത്ത് മഹാനവറുകൾ താമസിച്ചിരുന്ന വീടിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. മഹാനവറുകൾ നിസ്കരിച്ചിരുന്ന പള്ളി അതേപോലെ ഇങ്ങനെ നിലനിർത്തിയിട്ട്, കല്ലൊക്കെ അതേപോലെ നിലനിർത്തി പൈൻ്റൊക്കെ അടിച്ച് ചുറ്റുമതിലൊക്കെ കെട്ടി കമ്പി വെയിലൊക്കെ കെട്ടി പൂട്ടിയിട്ട് അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് സൽമാൻ ഫാരിസിയുടെ പേരിലുള്ള ഒരു തോട്ടമുണ്ട്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നു അസ്ലം ഉണ്ടായിരുന്നു കൂടെ. അസ്ലമിനോട് ഞാൻ ചോദിച്ചു ഈ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആൾ പേർഷ്യക്കാരനാണ്. പേർഷ്യയിലെ രാജകുടുംബാംഗമാണ് സൽമാൻ ഫാരിസി. പ്രധാനമന്ത്രിയുടെ മകനാണ്, രാജാവിൻ്റെ മകനല്ല, അതിൻ്റെ താഴെയുള്ള പ്രധാനമന്ത്രിയുടെ മകൻ. അന്ന് പേർഷ്യക്കാരെന്ന് പറഞ്ഞാൽ തീ ആരാധകരാണ്. നമ്മൾ മാർസെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്, നബി തങ്ങൾ ജനിച്ചപ്പോൾ പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നികുണ്ഡം കെട്ടുപോയി. പേർഷ്യക്കാർ അഗ്നി ആരാധകരായിരുന്നു. അഗ്നി ആരാധകരാണ്. അവിടുത്തെ രാജാവും അഗ്നി ആരാധകനാണ്, അവിടുത്തെ പ്രജകളും അങ്ങനെയാണ്. ഒരിക്കൽ സൽമാൻ എന്ന രാജകുമാരൻ തൻ്റെ പിതാവിൻ്റെ കൃഷിസ്ഥലങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ കാടിനോട് ചേർന്ന ഒരു പ്രദേശത്ത് ഒരു ടെൻറ്റ് കെട്ടി ഏകനായ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന വെളുത്ത വസ്ത്രധാരികളായ കുറച്ച് ആളുകളെ കണ്ടു. അവരുടെ കൂടെ അല്പസമയം ഇരുന്നു. സൽമാൻ അതിൽ ആകൃഷ്ടനായി കുറച്ചധിക സമയം ഇരുന്നു. നേരം പോയതറിഞ്ഞില്ല. ഇരുട്ടായപ്പോൾ മകൻ മടങ്ങി വരാത്തതിനാൽ രാജകുമാരനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു. ആ അന്വേഷണം സൽമാനുൽ ഫാരിസി ഇരിക്കുന്ന വെള്ളവസ്ത്രം ധരിച്ച പൂർവ്വകാല വേദങ്ങൾ പഠിച്ച അന്നത്തെ മുസ്ലിങ്ങളായ പുരോഹിതന്മാരുടെ അടുത്തേക്ക് എത്തിയ അന്വേഷണം. അങ്ങനെ അവരെ ജയിലിലടക്കാൻ, അവരെ നാട് കടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഈ പുരോഹിതന്മാരെ സൽമാനെ ജയിലിലടക്കാനും തീരുമാനിച്ചു. ഇവരെ നാട് കടത്താൻ വേണ്ടി ഒരുങ്ങുമ്പോൾ സൽമാൻ മെല്ലെ അതിലെ വലിയ പുരോഹിതൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഞാൻ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളെ എവിടെ വന്നാലാ കാണുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇവിടുന്ന് നാട് കടത്തപ്പെടുകയാണെങ്കിൽ മൗസിൽ എന്ന പേരായ പ്രദേശത്തേക്കായിരിക്കും പോവുക, അവിടെ വന്നാൽ കാണാറുണ്ട്. ദീർഘനാൾ സൽമാൻ അൽ ഫാരിസി ജയിലിൽ കിടന്നു. 200 വയസ്സ് വരെ ജീവിച്ച ആളാണ് സൽമാൻ അൽ ഫാരിസി. സ്വഹാബത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. 200 വയസ്സ് വരെ മഹാനവറുകൾ ജയിലിൽ കിടന്നു കുറേ കാലം. ഒരു ദിവസം ജയിൽ വാർഡൻ്റെ സഹായത്തോടുകൂടി നല്ല നടപ്പ് കാരണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഒരു കച്ചവട സംഘത്തോടൊപ്പം യാത്ര ചെയ്തു. അങ്ങനെ മൗസിലിൽ എത്തിച്ചേർന്നു. ഈ പുരോഹിതന്മാർ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അതിലെ വലിയ പുരോഹിതന് ഖിദ്മത്തെടുത്തിട്ട് അങ്ങനെ കൂടി. അയാൾ മരണപ്പെടുകയാണ്. അപ്പോൾ സൽമാൻ ചോദിച്ചു, നിങ്ങൾ മരിച്ചാൽ ഞാൻ എടുക്കാൻ പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ വേറൊരാളെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ വേറൊരാളടുത്തേക്ക് പോയി. അയാളും മരിക്കുകയാണ്. നിങ്ങൾ മരിച്ചാൽ ഞാൻ എടുക്കാൻ പോകാമെന്ന് ചോദിച്ചു. മൂന്നാമത്തെ ഒരാളെ പറഞ്ഞു കൊടുത്തു. അയാളും മരിക്കുകയാണ് സൽമാൻ്റെ മുമ്പിൽ വെച്ച്. അതിൽ സൽമാൻ ചോദിച്ചു, ഇനി എടുക്കാൻ ഞാൻ പോകുകയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇനി എടുക്കും പോണ്ട, അവസാന പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ട്.
അവസാന പ്രവാചകനെ കൊണ്ട് വിശ്വസിച്ചാൽ മതി, 4-ാം വേദത്തിൻ്റെ സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സൽമാൻ ചോദിച്ചു, ഒരാൾ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ അത് ഒറിജിനലാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? 3 തെളിവുകൾ പറഞ്ഞു കൊടുത്തു. ഒന്ന്, അവസാനത്തെ പ്രവാചകൻ സ്വതക്ക ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തത്, അവസാനത്തെ പ്രവാചകൻ ഹദിയ ഭക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. മൂന്നാമത്തേത്, അവസാനത്തെ പ്രവാചകൻ്റെ മുതുകത്ത് പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു സീൽ, ഒരു മുദ്ര ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്തു.